ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നതാ ഇവിടം വരെ എത്തിയേ. ഞങ്ങൾ അങ്ങനെ ഇതാ കടയിലെത്തിയിട്ടോ. ഞങ്ങൾ അന്വേഷിച്ച് വന്ന കട ഇതാണ്. ഹായ്, ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സൺഡേ ആയിട്ടേ ഞാനും ആനസുകുട്ടനും കൂടിയിട്ട് കടയിൽ പോകുകയാണ്. എനിക്ക് പനി പിടിച്ചെന്ന് എങ്ങനെ വന്നെന്നൊരു പിടുത്തമില്ല. ഇവന് രാത്രിയിൽ ടൂർ പോയിട്ട് കൊണ്ടുവരാൻ പോകുന്നത് വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. പിറ്റേ ദിവസം സാറ്റർഡേ മുതൽ എനിക്കങ്ങ് പനിയങ്ങ് തുടങ്ങിയില്ലേ. ഇനി മഞ്ഞിൻ്റെ വല്ലതുമാണോ ഡാൻസേ? ഒരു പിടുത്തവും ഇല്ല. നമ്മളിവിടെ നടന്നു പോകുന്ന കടയിൽ മെയിൻ റോഡിൽ ചെന്നിട്ട് കുറച്ച് പോവണ്ടേ, അവിടെയാട്ടോ നമ്മൾ പോണേ. ഇന്ന് സൺഡേ കടയൊക്കെ ഉണ്ടോയെന്നൊന്നും അറിയത്തില്ല. എന്താണേലും നമുക്കൊരു ഈവനിങ് വാക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും നടക്കണം നല്ലതല്ലേ? ഇന്നത്തെ കാലത്ത് നടക്കാതിരിക്കുന്നത് മൂലമാണ് കൂട്ടുകാരെ ഓരോരുത്തർക്ക് അസുഖങ്ങൾ വരുന്നത്. എപ്പോഴും നമ്മൾ വണ്ടിയിലൊക്കെ തന്നെയാണ് നടക്കുന്നത്. വണ്ടിയിൽ തന്നെ പോകുന്നത് കൊണ്ട് നമുക്ക് കിട്ടേണ്ടുന്ന എക്സസൈസ് ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ പല അസുഖങ്ങളും കിട്ടുന്നുണ്ട് അല്ലേ. ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നതാ ഇവിടം വരെ എത്തിയേ. പതുക്കെ അങ്ങ് നടന്നു പോയാൽ മതി എന്ന് പറഞ്ഞു. ചുമ്മാ ഒരു രസം. വണ്ടി എടുക്കാൻ എല്ലാവരും പറഞ്ഞേ, പക്ഷേ വണ്ടി എടുക്കുന്നത് നല്ല കാര്യമൊക്കെ പെട്ടെന്ന് പോയി വരാം. പക്ഷെ നടക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ എപ്പോഴും നടക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മൾ നടക്കാത്ത ലോകത്തേക്ക് യാത്രയാകും. അത് സത്യമായ കാര്യമല്ലേ. നടന്നു കഴിഞ്ഞാൽ എത്രയോ അസുഖങ്ങൾ പോകുമെന്നറിയാമോ നമ്മുടെ ശരീരത്തിൽ നിന്ന്. അതുകൊണ്ട് നടക്കുന്നത് വളരെ നല്ലതാണ്. ഓരോ അസുഖങ്ങളൊക്കെ പിടിപെട്ട് കഴിയുമ്പോൾ ഡോക്ടേഴ്സ് പറയും രാവിലെയും വൈകിട്ട് നടക്കുക എന്ന് പറയും. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ തന്നെ നടക്കാമെങ്കിൽ രോഗങ്ങൾ വരാതിരിക്കും. പിന്നെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ വണ്ടിയെ പോകുമ്പോൾ കിട്ടുമോ കൂട്ടുകാരെ? ആട്ടുമാമ അത് ഡാൻസേ. പോകുന്നതൊക്കെ നല്ല വെയിലാണ്. വൈകിട്ടായല്ലോ, വെയിലൊക്കെ ആറിയില്ലെന്ന് ഓർത്ത് ഇറങ്ങിയതാണ്. 5 മണി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് നേരെ ഇരുളും. നേരം വെളുക്കുന്നത് 7 മണിയാകുമ്പോൾ. നമ്മളങ്ങനെ ഇതാ മെയിൻ റോഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾക്ക് മെയിൻ റോഡിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു പ്ലാനിങ് ഉണ്ടായി. നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്ത് ഇവിടെ ഇരുന്ന് വണ്ടി വിളിച്ചവർക്ക് പോയാലോ എന്നൊരു പ്ലാനിങ് വന്നു. പക്ഷേ വണ്ടി വിളിക്കുന്ന ചേട്ടൻ സ്ഥലത്തില്ലാത്തത് കൊണ്ട് പ്ലാനിങ് ചീറ്റിപ്പോയി. നമുക്കപ്പം നടന്ന് പോയിട്ട് അവിടെ ആ കട ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി കയറി പോകാം അല്ലേ ഡാൻസ് കൂട്ടാ എന്നുള്ള പ്ലാനിങ്ങിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. വെയിലിന് ചൂടൊന്നും അങ്ങനെ അധികം ഇല്ല കേട്ടോ. ഇപ്പം ചൂടാറി വെയിലിൻ്റെ. ഒരു ഹോമിയോ ക്ലിനിക് ഉണ്ട്, നല്ല തണലുമുണ്ട്. ബാ തിരിച്ചു വരാൻ നേരത്തെ അവിടെ വണ്ടി വിളിച്ച് തിരിച്ചു വരാതെ കൂടെ വയ്യ നടക്കാൻ. വീടിൻ്റെയൊക്കെ പണികൾ കണ്ടോ. ഇവിടെയൊക്കെ പ്ലോട്ട് തിരിച്ചിങ്ങനെ സ്ഥലം കൊടുക്കും, എന്നിട്ട് വീട് പണിത് വിൽക്കും. അതൊക്കെ തന്നെയാണ് നമ്മുടെ ഈ ഭാഗത്തേക്കുള്ള പ്രധാന കാഴ്ചകളിപ്പം. ഇപ്പം പഴയ പോലെ വീട് പണിയും നടക്കുന്നില്ല, സ്ഥലത്തിനൊക്കെ വില കുത്തനെ ഇടിഞ്ഞ്. അപ്പോൾ
എടാ ഇവിടെ നിന്ന് ആക്രിയൊക്കെ മാറ്റിന്ന് തോന്നുന്നു കേട്ടോടാ. ഇപ്പം ഇല്ല. കടൽ ആക്രിയില്ല. ഒരിക്കൽ പറിച്ചിട്ടുണ്ടെങ്കിൽ ആക്കി കാണും. ഞാനിപ്പോൾ ബസ്സിൽ ഈ ഭാഗം വരുമ്പോൾ ഞാൻ എഴുന്നേൽക്കും. തിരിച്ചു വരുമ്പം ചിലപ്പോൾ എനിക്ക് മനസ്സിലാവത്തില്ലെന്നേ എഴുന്നേൽക്കേണ്ട സ്റ്റോപ്പ്. ഇപ്പം എഴുന്നേൽക്കണ ഈ ഭാഗം വരുമ്പോഴാണ്. നമ്മളിതാ കടയിലെത്തിക്കഴിഞ്ഞു. ഉണ്ടോ? ആ കയറ്റത്തിലാണ് കട. കടയില്ലെങ്കിൽ നമ്മൾ അടുത്ത ബസ്സിൽ കയറി ടാറ്റ പോകും. അല്ല ഡാൻസേ? ഇപ്പം പോയത് ഇലക്ട്രിക് കാറ്, പച്ച കളറ് നമ്പർ പ്ലേറ്റ്. ഇങ്ങോട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട, വീടുകളൊക്കെ കണ്ടോ? എന്നതാ മുരിങ്ങയാ? എന്നെ ഉണ്ടല്ലോപ്പാ. ഡാൻസ് പോകുന്നുണ്ടോ? ഞങ്ങളിങ്ങനെ പതുക്കെ വീഡിയോയൊക്കെ പിടിച്ച് ലാലാ പാടി പതുക്കെ ഇങ്ങ് പോകുന്നു. ഇന്ന് സൺഡേ ആയതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഉണ്ടാകത്തില്ലേ. അത് തന്നെ വലിയൊരു കാര്യം. ആ ചേച്ചി അവിടെ കണ്ടിട്ടുണ്ടല്ലോ, ആ കടൽ ചേച്ചിയെ പോലെ ഇല്ലേ. ടൂ വീലറാണ് ഇപ്പം മെയിനായിട്ടും. നല്ല ഡാൻസേ ടൂ വീലർ. കട ഉണ്ടെന്ന് തോന്നണു അല്ലേ? ചേട്ടാ ഒരു മദാമ്മ ബാക്കിലിരിക്കണമൊക്കെ സായിപ്പാണോ കാര്യം? കട തുറന്നിട്ടുണ്ടോടാ? അപ്പം നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ആ വെയിലത്ത് പോയി ക്രോസ് ചെയ്യണ്ട. കയ്യത്ത ഞങ്ങളങ്ങനെ റോഡ് ക്രോസ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ത് സുഖമായിരുന്നില്ലടാ. ഞങ്ങളങ്ങനെ ഇതാ കടയിലെത്തിയിട്ടോ. ഞങ്ങൾ അന്വേഷിച്ച് വന്ന കട ഇതാണ്. നമ്മളങ്ങനെ കടയിലെത്തിയേ. കടയിൽ ചേച്ചി ഫുഡ് കഴിക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചു. ഏതായാലും നടന്നു വന്നതല്ലേ, അപ്പോൾ പച്ചക്കറിയൊക്കെ എന്നാ ഉള്ളതെന്നൊക്കെ നോക്കിയിട്ടോ. നമ്മളങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഇവിടെ നമുക്കൊരു വണ്ടി വിളിച്ചുകൊണ്ട് വേണം പോകാനേ. സ്കൂട്ടി നടക്കാൻ വയ്യ. ഏതാ? തിരിച്ച് സാധനങ്ങളൊക്കെ കൈ കാണും. മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടായി. നീ ഇങ്ങോട്ട് നോക്കാത്തേ? ക്യാൻസോട്ടിനാണെങ്കിൽ ഒരു സഹകരണം ഇല്ലാന്നേ. ആ അത് നിലം തുടയ്ക്കണത് അടിച്ച് പോയി. അത് കിട്ടും ഒരെണ്ണം വാങ്ങാമെങ്കിൽ പെട്ടെന്ന് ഇതായി കിട്ടിയേനെ അല്ലേടാ, ക്ലീനായി കിട്ടിയേനേന്ന്. അമ്മയുണ്ട് വീട്ടിൽ. ആ കുക്കീസ്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തിയിട്ടോ. അങ്ങോട്ട് നടന്നു പോയെങ്കിലും ഇങ്ങോട്ട് നമ്മൾ അവിടെ നിന്നൊരു വണ്ടി വിളിച്ചാണെങ്കിൽ വന്നതേ. ഓട്ടോ വിളിച്ച് വന്നു. അങ്ങനെ വീട്ടിലെത്തി. നമ്മൾ എന്തൊക്കെ വാങ്ങിയെന്ന് അറിയണ്ടേ? നിസ്സാര കാര്യം വാങ്ങിയുള്ളൂ എങ്കിൽ പോലും നല്ല പൈസയായിട്ട് 1000 രൂപ എടുത്തായി. ഇത്രയും സാധനങ്ങൾക്ക് 1000 രൂപയൊന്ന് ഞാൻ പോലും ഞെട്ടിപ്പോയേ. മുട്ട വാങ്ങിച്ചു. നമ്മൾ 30 മുട്ട വാങ്ങിച്ചു കേട്ടോ. 30 മുട്ട എന്ന് പറഞ്ഞാൽ അത്ര അധികമൊന്നുമില്ല. 15 മുട്ടയോളം ബാസ്കി മോനും 15 മുട്ടയോളം 3 പേർക്കും എന്നുള്ള രീതിയൊക്കെയാണ് ഇവിടെ കണക്ക്.
നാളെ അപ്പോൾ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്, കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഏതും ഉണ്ടാക്കണ്ടേ? വെള്ളക്കടലയാ? അത് മതിയോ? വെള്ളക്കടല ആൻസൂട്ടിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ വെള്ളക്കടല വാങ്ങിയേ. ഇങ്ങോട്ട് കൊണ്ട് കാണിക്കാതെ എന്തൊക്കെയാണ് വാങ്ങിയെന്ന്. എനിക്കാണെങ്കിൽ പനിക്ക് ജലദോഷമുണ്ട്, നല്ല രീതിയിൽ ജലദോഷം. കുപ്പിച്ചു കളയല്ലേ? ഇത് കണ്ടോ, വെള്ളക്കടലയാണ്. ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചിരാവേ. കടല വൈറ്റ്. അപ്പോൾ നമ്മളിതാ കടല വാങ്ങിയിട്ട്, വെള്ളക്കടല 120 രൂപയാണ്. ഇത്രയും കടലയുടെ വില 120 രൂപ. ആകെ ഇച്ചിരി ഉള്ളെന്ന് ഓർക്കണം. പിന്നെ കുറേ നാളായേ നമ്മളിവിടെ അവൽ വാങ്ങിയിട്ട് കേട്ടോ, മട്ട അവൽ. അതുകൊണ്ട് ഞാനിച്ചിരി അവൽ വാങ്ങിച്ചു. 58 രൂപയാണ് അവലിൻ്റെ വില. മട്ട. പിന്നെ പ്രാതലിൻ്റെ അരിപ്പൊടി, അത് നമുക്ക് അപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അരി വെള്ളത്തിലിട്ടൊക്കെ കുതിർത്തി അരയ്ക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അരിപ്പൊടിയും കൂടെ ഉണ്ടാക്കിയാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉഴുന്നാണ് വാങ്ങിയത്. ഉഴുന്ന് നമ്മൾ ദോശ ഇടാനൊക്കെ വേണ്ടിയിട്ടേ ഉഴുന്ന് വാങ്ങിയത്. പിന്നെ നമ്മൾ വാങ്ങിയത് റസ്ക്കാണ് കേട്ടോ. വൈകുന്നേരമൊക്കെ പോയിട്ട് വരുമ്പോൾ ചായ കുടിക്കാമല്ലോ എന്ന് ഓർത്തു. 2 റസ്ക്കും ഒരു ചായ. പിന്നെ നമ്മൾ സോയ ബോൾസാണ് വാങ്ങിയത്. സോയ ചങ്ക്സ് എന്നും പറയും, സോയ ബോൾസ് എന്നും പറയും കേട്ടോ. ഇനി ആർക്കും ഇതെന്താണെന്ന് തെറ്റരുത്. ഇത് സാധാരണ ബീഫ് കറി വെക്കുമ്പോൾ തന്നെ വെച്ചാൽ മതി, ഭയങ്കര ടേസ്റ്റാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് സോയ ബോൾസ് കറി വെക്കാറുണ്ട്. ഇത് പിന്നെ ഇപ്പം തന്നെ ഞാൻ കഴിക്കാമല്ലോ എന്നൊക്കെ ഓർത്ത് വാങ്ങിയതാണ് കേട്ടോ. ഇത് കേക്ക് പീസാണ്. കേക്ക് പീസ് വാങ്ങിയതാണ്. പിന്നെ അവൽ വാങ്ങിയത് കൊണ്ട് മാത്രം നമ്മൾ ശർക്കര വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ വാങ്ങിയത് മിക്സറാണ് കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിയത് ഒരു ചായപ്പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെതാ ഇത് പാളയംകോടൻ പഴമാണ് കേട്ടോ. അവലും പഴവും കൂടെ കുഴച്ച് തിന്നാനൊരു കൊതി തോന്നി. അങ്ങനെ ഞാൻ പാളയംകോടൻ വാങ്ങിയതാണ്. പണ്ടൊക്കെ പാളയംകോടൻ പഴം ഇട്ട് എത്രമാത്രം അവൽ തിന്നിരിക്കുന്നു. അത് അവിടെ കൊണ്ട് വെച്ചാൽ മുട്ടക്കറി ഉണ്ടാക്കുമ്പോഴേ ഇടാൻ വേണ്ടി തക്കാളി വാങ്ങിയതാണ്. അപ്പോൾ നമ്മൾ മുട്ട വാങ്ങിയത് ഇതാണ് കേട്ടോ. ഒരു മുട്ട പൊട്ടിയതായിരുന്നു. അത് വന്നവരെ തന്നെ ബാസ്കറ്റ് മോൻ അങ്ങ് കൊടുത്തു. ഇതിപ്പോൾ എടുക്കാനുള്ളതാണ്. റസ്ക്, ശർക്കര, അവൽ, മിക്സർ. ഇതെല്ലാം കൂടെ അപ്പുറത്തെ പാക്കറ്റിലേക്കും കൂടെ ഇട്ടേക്കാം. വേറെ അതിനകത്ത് 2 തക്കാളിയും കൂടെ ഉണ്ടല്ലോ, നീ കണ്ടില്ലായിരുന്നോ? ഇതെന്തുവാടാ ഇത്? പിന്നെ ആ കടയിലെ ചേച്ചി ആൻസൂട്ടിനൊരു ഇത് ജെംസ് വെറുതെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിയുടെ വക ഒരു ജെംസ്. ഹാപ്പി ആയോ? ബാസ്കുവേ മുട്ട കഴിച്ചോ? വന്നേ, വാടാ കയറുവാടാ. എൻ്റെ അടുത്ത് കിടന്ന് ഉറങ്ങുമായിരുന്നു പകല്. കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി ഞാനും ബാസ്കറ്റ് മോനും കൂടെ. എൻ്റെ കൈക്കകത്തേക്ക് തലയൊക്കെ വെച്ച് വന്നേ. നിങ്ങളും വീഡിയോ കാണുന്നവരും സൗകര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ തെരുവിൽ അലയുന്ന ഒരു ജീവിക്കെങ്കിലും ഒരു കിടപ്പാടം കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഒരല്പ ആഹാരവും കിടപ്പാടവും. അത് നമ്മളെപ്പോലെ തന്നെ ബെഡിൽ ഫാനൊക്കെ ഇട്ട് കിടത്തണമെന്നൊന്നും പറയുന്നില്ല. ഒരു പട്ടിക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് തീരെ സ്ഥലപരിമിതിയോ സ്വന്തമായിട്ട് വീടോ ഇല്ലെങ്കിൽ പോലും ഞാൻ എന്തിൻ്റെ ധൈര്യത്തിലാണെന്നൊന്നും അറിയത്തില്ല. അതിനോടൊരു സ്നേഹം തോന്നിയിട്ട് മാത്രം, ഒരു സഹതാപം, ഒരു സഹാനുഭൂതിയൊക്കെ തോന്നി. ഇവിടെയുള്ള ആളുകളെല്ലാം നിങ്ങളെ പടക്കമൊക്കെ പൊട്ടിച്ച് എറിയുമായിരുന്നു. എൻ്റെ വയറിൻ്റെ അടിയൊക്കെ പൊള്ളിയിട്ടുണ്ടായിരുന്നു. ഒരു ന്യൂ ഇയറിനാണ് 2022 പിറക്കുന്ന ന്യൂ ഇയറിൽ പടക്കം പൊട്ടിച്ചെറിഞ്ഞിട്ട് ഇവൻ ഓടി അവൻ അങ്ങ് മുകളിൽ പന്നി ഫാമുണ്ട്, അവിടെ ചെന്നപ്പം അവിടെ നിന്നും കല്ലൊക്കെ വെച്ചെറിഞ്ഞ് അവിടെ നിന്ന് ഓടി. അന്ന് രാത്രി ഇവൻ എവിടെ കിടന്നതെന്ന് പോലും അറിയത്തില്ല. അത്രയ്ക്ക് അവരുടെ ജീവൻ മേലെ നോവുമ്പം മനുഷ്യന്മാർക്കും നോവുന്നത് പോലെ തന്നെയാണല്ലോ മിണ്ടാപ്രാണികൾക്ക്. മനുഷ്യന്മാർക്ക് മേലെ നോന്താ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറിനെ കണ്ട മരുന്ന് പറഞ്ഞു വാങ്ങാൻ പറ്റും. ഇത് പട്ടിണി കിടക്കുന്നതാണെന്ന് ഓർക്കണം. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമമായി പോയായിരുന്നേ. ഞാൻ ആ സമയത്തൊക്കെ ബെൽറ്റ് ഓർഡർ ചെയ്തിട്ടിരിക്കുന്ന സമയമാണ്. 4-ാം തീയതി നമുക്ക് ബെൽറ്റ് കിട്ടി.
നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ബെൽറ്റ് വന്നത്. അപ്പോൾ ബെൽറ്റ് ഓർഡർ ചെയ്ത സമയമൊക്കെയാണ് അത്. അപ്പോൾ ബെൽറ്റ് ഇട്ടിട്ട് വേണം ഇവനെ വാക്സിൻ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമുക്ക് അന്ന് അവനെ അങ്ങ് സംരക്ഷിക്കാൻ പറ്റാതെ പോയത്. അതിൽ ഒത്തിരി വിഷമം വന്നു. അപ്പോൾ ഇവരോടത്തോളം സ്നേഹമൊന്നും വേറെ ആർക്കും കിട്ടത്തില്ല കേട്ടോ. വേറെ ആരും നമുക്ക് തരാനില്ല. കെയറിങ്ങും സ്നേഹവും ഒക്കെ ഒരു മനുഷ്യനിൽ നിന്ന് പോലും കിട്ടത്തില്ല. അപ്പോൾ പറ്റുന്നവരൊക്കെ ഇതുപോലെയൊക്കെ തെരുവിൽ അലയുന്ന ഒരു ജീവിക്ക് അഭയം കൊടുക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ഇതൊന്നും കൊടുക്കാൻ സാധിക്കാതെ, ഒരു നേരത്തെ ആഹാരം പോലും കൊടുക്കാതെ വെറുതെ വീമ്പ് പറയുന്ന ഒരുപാട് പേരുണ്ട്. അവർ അത് ചെയ്തില്ല, ഇത് ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല എന്നൊക്കെ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങി പട്ടിക്കുട്ടികളെ വളർത്തുന്ന കാര്യമല്ല പറഞ്ഞത്. തെരുവിൽ അലയുന്ന ഇതുപോലെ ഏജ്ഡ് ആയ ഒരു പട്ടി എടുത്തിട്ട് വളർത്തിയിട്ട് നമ്മൾ അഭിപ്രായങ്ങളൊക്കെ പറയുകയാണെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ഇതുണ്ടെന്നൊക്കെ ഓർക്കാം. അല്ലേടാ? ഇതിപ്പോൾ നല്ല ഏജ്ഡ്, ബാസ്ക്യൂനൊക്കെ നല്ല ഏജ്ഡ് ആയതാണ്, ഏജ് ഓവർ ആയതാണ്. എന്നിട്ട് അവരിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കാതെ ഞാൻ അവനെ എടുത്ത് വളർത്തിയതും അവനെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നതൊക്കെ. പിന്നെ കുറച്ച് പേർക്കൊക്കെ സംശയങ്ങളുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക്. എനിക്കാണ് ഇപ്പോൾ വീഡിയോയ്ക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുക്കാൻ തീരെ പറ്റുന്നില്ല. ഞാൻ അവിടെ അവരില്ലെങ്കിൽ പോലും വെറുതെ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണെങ്കിൽ പോലും ഞാൻ വീഡിയോയ്ക്ക് ഇത് റിപ്ലൈ കൊടുക്കാറ്. സോഷ്യൽ മീഡിയയിലേക്ക് ഞാൻ പോകാറില്ല കേട്ടോ. എനിക്ക് പണ്ടും അതിനോട് താല്പര്യമില്ല. നമ്മൾ ഫ്രീ ആയിട്ട് വർക്കിംഗ് ടൈമിന് മുമ്പോ വർക്കിംഗ് ടൈം കഴിഞ്ഞോ ഒക്കെ ആണെങ്കിൽ വീഡിയോയ്ക്കൊക്കെ റിപ്ലൈ കൊടുക്കുകയൊക്കെ ആണെങ്കിൽ അതിനൊരിതുണ്ട്. നമ്മൾ ആ സമയത്ത് ഓൺ ഡ്യൂട്ടിയാണ്, അവരില്ലെങ്കിൽ പോലും. അതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി അധികം റിപ്ലൈ ഒന്നും ഇടാത്തത് കേട്ടോ. അത് ആരെയും മറന്നത് കൊണ്ടോ ഒന്നുമല്ല. എനിക്കെപ്പോഴും മുഖ്യം ജോലി തന്നെയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചത് ജോലി വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാക്കിയൊക്കെ എനിക്ക് ടൈം പാസ് മാത്രമായിരുന്നു. ഇൻസ്റ്റയിലൊക്കെ ഒരു വീഡിയോ ഇട്ടിട്ട് എത്രയോ നാളുകളായി. ഇന്നാണ് ഒരുപാട് നാൾ കൂടിയിട്ട് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവരുടെ കൂടിയിട്ടൊരു വീഡിയോ ചെയ്തിട്ടത്. ഇതൊക്കെ വെറും ടൈം പാസ് മാത്രം. നമ്മൾ ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ നമ്മുടെ മൈൻഡ് റിലീഫിന് വേണ്ടി മാത്രം ചെയ്യുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. പിന്നെ യൂട്യൂബിൽ നിന്നുള്ള ഏണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകാനായിട്ട് യൂട്യൂബ് നോക്കി ഒരിക്കലും നടക്കത്തൊന്നുമില്ല. ഇതൊക്കെ എപ്പോഴേ എടുത്ത് കളയാവുന്ന കാര്യമാണ്. നമ്മളെപ്പോഴും ഒരു സ്വന്തമായിട്ടൊരു ജോലിയിൽ നമ്മുടെ സ്ഥിരമായിട്ടൊരു വരുമാനം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി മാത്രമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയുള്ളതൊക്കെ ടൈം പാസിൻ്റെ ഇടയ്ക്ക് വന്നും പോയി ഒക്കെ ആയിട്ടിരിക്കും. അത്രയേ ഉള്ളൂ. ഞാൻ എൻ്റെ മുന്നോട്ടുള്ള ലൈഫ് ഒരു കാരണവശാലും സോഷ്യൽ മീഡിയ വെച്ചിട്ട് അളക്കാൻ പോകുന്ന വ്യക്തിയല്ല കേട്ടോ. പിന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യം തന്നെയാണ് യൂട്യൂബിനകത്ത് അല്പം റീച്ചെങ്കിലും കിട്ടിയപ്പോൾ കുറേ നല്ല മനുഷ്യരെ തന്നെയാണ് കിട്ടിയത്. കാരണം അല്ലാത്തവരാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇവർ എത്ര നാളും നമ്മോടൊപ്പം മുന്നോട്ട് പോകും എന്ന് ആദ്യമേ വരുന്ന ഒരു കമൻറ്റ് ഇട്ടാൽ ആദ്യമേ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്കറിയാൻ പറ്റും കേട്ടോ, മറ്റുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. വരുന്ന കമൻസിൽ നിന്നും നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ക്യാരക്ടർ, അവരെത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ പല ടൈപ്പ് ആൾക്കാർ. ചിലർ ആത്മാർത്ഥമായിട്ട് ഒന്നും ആഗ്രഹിക്കാത്ത നമ്മളെ അങ്ങ് കയറി അങ്ങ് സ്നേഹിച്ച് കളയും. അത് അവരുടെ നിഷ്കളങ്കമായ ഒരു ലവ് എന്നൊക്കെ പറയാം. നല്ലൊരു സൗഹൃദം. നമ്മളെ ഇഷ്ടപ്പെടും, വീഡിയോ കണ്ട് അങ്ങ് ഇഷ്ടപ്പെട്ട് അങ്ങ് കളയും. പിന്നെ അവർക്ക് വേറെ ഒന്നുമില്ല, നമ്മളിൽ നല്ലത് മാത്രം ആഗ്രഹിക്കും. അങ്ങനെയുള്ളവരുണ്ട്. കുറച്ച് ആളുകളെന്ന് പറഞ്ഞിട്ട് അവരുടെ മനസ്സിങ്ങനെ ചാഞ്ചാടിക്കൊണ്ടിരിക്കും. ഈ ചാഞ്ചാടുന്നവർ നമ്മളിൽ നിന്നും എന്തെങ്കിലും ഇത്രയും നാളും നമ്മൾ പോസിറ്റീവായ കാര്യങ്ങൾ ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു കുറ്റം നമ്മളിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അവരതിനെ പെരുപ്പിച്ച് കാണിച്ചിട്ട് പിന്നെ പെരുപ്പിച്ച് കാണിക്കുമ്പം ആ ഒരു നെഗറ്റിവിറ്റി വേറെ ആരെങ്കിലും പറഞ്ഞാൽ അവരുടെ കൂടെ കൂടിയിട്ട് ശരിയായിരിക്കും തോന്നി, ഇവരങ്ങനെയല്ലായിരുന്നു, അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ട് അങ്ങനെ ചാഞ്ചാടി നടക്കുന്നവരുണ്ട്. അങ്ങനെ 2 തരം ആളുകളുണ്ട്. അതിൽ നമ്മുടെ കൂടെ എന്നും കാണുക എന്ന് പറയുന്നത് ആദ്യം പറയുന്നത് നമ്മളിൽ നിന്നും ഒന്നും ആഗ്രഹിക്കാതെ അത് ഇവർ ഇത്രയും പോസിറ്റീവായ കാര്യം ചെയ്തതിൽ ഒരു ചെറിയൊരു നെഗറ്റിവിറ്റി അല്ലേ, അതൊരു ചെറിയ നിസ്സാര കാര്യമല്ലേ, അതൊക്കെ പരിഹരിച്ച് പോകാവുന്നതേ ഉള്ളൂ, അങ്ങനെയുള്ളൊരു ചിന്താഗതിക്കാരുണ്ട് കേട്ടോ. എനിക്ക് വന്നതിലൊരു 98% അങ്ങനെയുള്ള നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അത് വലിയൊരു കാര്യമാണ്. കുറേ നല്ല ആളുകൾ നമ്മളോടൊപ്പം നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പം അത് അത്രമാത്രം സ്നേഹമുണ്ട്. പിന്നെ കുറേ പേര് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇത്രയും രാവിലെ നടക്കുന്നതൊക്കെ കണ്ടിട്ട് ഇത്രയും ദൂരം ഇത്രയും ഇങ്ങനെ നടന്നു പോകാനായിട്ട് ബുദ്ധിമുട്ടില്ല, 2 വീലർ പഠിച്ചുകൂടെ, വണ്ടി വാങ്ങിക്കൂടെ, അല്ലെങ്കിൽ കോളേജിൻ്റെ അടുത്തേക്ക് വീട് മാറിക്കൂടെ എന്നൊക്കെ ചോദിച്ചു. അതിന് നമുക്ക് കുറച്ച് പരിമിതികളുണ്ട്. ഒന്നാമത് കോളേജിൻ്റെ അടുത്തൊക്കെ വീട് കിട്ടണമെങ്കിൽ എന്നാ റേറ്റ് എന്ന് അറിയാമോ? നമ്മുടെ കൊക്കിൽ ഒതുങ്ങത്തില്ല. അമ്മാതിരി 15, 18, 20 ഒക്കെ വാടക റെൻറ്റ് നമ്മൾ മാസം കൊടുക്കേണ്ടി വരും. കാരണം പറഞ്ഞാൽ കോളേജ് എന്ന് പറഞ്ഞാൽ തൊടുപുഴ അടുത്താണ്, ടൗണാണ്, ഇത്രയും ഫെസിലിറ്റീസ് ഉള്ള സ്ഥലമാണ്, മെഡിക്കൽ കോളേജ് അടക്കം ഉള്ള സ്ഥലമാണ്.
പേയിങ് ഗസ്റ്റുകളെ ഒരുപാട് കിട്ടുന്നതാണ്. റെൻറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ കൊടുക്കേണ്ടി വരും. അത് ഒന്നാമത്തെ കാര്യം. പിന്നെയെന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ റിലേറ്റീവ്സൊക്കെ അടുത്താണ്. എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വന്നിട്ട് അമ്മയ്ക്കൊക്കെ വയ്യാത്തതാണ്. അപ്പോൾ വയ്യെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് അമ്മമാരൊക്കെ ഓടിപ്പാഞ്ഞൊക്കെ വരുന്നതാണ്. അപ്പോൾ നമ്മൾ അകലെ കിടക്കുമ്പം അതൊരു ബുദ്ധിമുട്ടാണ്. ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതായാലും വേറൊരു ഇച്ചിരിയോടെ അകലേക്കൊക്കെ പോയി താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ രാവിലെ നടക്കുന്ന കാര്യം, രാവിലെ നടക്കുന്നത് നല്ലതല്ലേ, എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ എന്ന് നടത്തം നിർത്തി തുടങ്ങിയാൽ, നമ്മൾ എന്ന് 2 വീലർ കയറി യാത്ര തുടങ്ങി അന്ന് മുതൽ എല്ലാവരിലും അസുഖം കണ്ടു തുടങ്ങി. ഹൃദ്രോഗികൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്, മരണനിരക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നുകൂടി ഞാൻ ജനിച്ചോളാം എൻ്റെ നാട്ടിൽ 57 വയസ്സുള്ളൊരു ചേട്ടൻ മരിച്ചുപോയി. ഇത്ര ചെറുപ്പത്തിൽ അതിന് ആളുകൾ പെട്ടെന്ന് മരിച്ചു വീഴുകയാണ്. നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറിപ്പോയത് കൊണ്ടാണ്. അവസാനം ഡോക്ടേഴ്സ് നമുക്ക് കുറിച്ച് തരുവാണ്, രാവിലെ വൈകിട്ട് നടക്കുക, ഇത്ര ദൂരം ഇത്ര സമയം നടക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ഈ കാറും ഈ വീടും ഈ 2 വീലറൊക്കെ വീട്ടിൽ വെച്ചിട്ട് രാവിലെ എഴുന്നിട്ട് കൈയും വീശി നടക്കുകയാണ് ആളുകൾ. ഇതൊക്കെ നമ്മൾ ഈ ഒരു എക്സസൈസ് എന്നുള്ള രീതിയിലല്ല പണ്ടുള്ളവർ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ ദൈനംദിനമായ ജീവിതമായിട്ട് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ നോക്കുമ്പോൾ ഇത് ശരിയാണ്. ആദ്യത്തെ ദിവസമൊക്കെ നമ്മൾ പോകുമ്പോൾ ഒന്ന് കിതയ്ക്കുകയൊക്കെ ചെയ്യും, അതൊക്കെ അങ്ങ് പോട്ടെ. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി. എന്നൊക്കെ ഞങ്ങൾ നടന്നിട്ട് എന്തെങ്കിലും കിതച്ചടയില്ലല്ലോ. അതാണ്. പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ കുറേ കവർ, ഇന്ന് 2, 3, 4 പാക്കറ്റ് കവർ ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ കൈ പിടിച്ചിട്ട് തിരിച്ച് നടക്കാനുള്ള ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ വണ്ടി വിളിച്ചു വന്നു. അത്രയേ ഉള്ളൂ കേട്ടോ. നടക്കുന്നത് നല്ലതാണ്. എനിക്കത് രാവിലെ ഇഷ്ടമാണ്. കാരണം നല്ല മഞ്ഞൊക്കെ കൊണ്ട് രാവിലെ അങ്ങ് പോകാൻ നല്ല സുഖമാണ്. എന്നാ രസമാണെന്നറിയാമോ? കാരണം എന്തോരം പക്ഷികളാണെന്നറിയോ, കരഞ്ഞ് വിളിച്ചും പാട്ടുപാടിയൊക്കെ ആയിട്ട്, പിന്നെ തോടൊഴുകുന്നത് കാണാനായിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ. എന്നും വെച്ച് ഭാവിയിൽ നമ്മൾ വണ്ടി വാങ്ങില്ല എന്നൊന്നുമില്ല കേട്ടോ. 2 വീലറിനേക്കാളും 4 വീലർ എടുക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് പോകാമല്ലോ എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ. അപ്പം വണ്ടിയേക്കാളും മുമ്പേ വേണ്ടത് വീടാണെന്നുള്ള വിശ്വാസക്കാരിയാണ് കേട്ടോ. നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടായിട്ട് വേണ്ട വണ്ടിയൊക്കെ കൊണ്ടുപോയി പാർക്ക് ചെയ്യാനുള്ള വിശ്വാസക്കാരിയാണ്. പിന്നെ എനിക്കിതൊരു അസൗകര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. വണ്ടിയില്ലാത്തതും നമ്മളങ്ങനെ പോകുന്നില്ലല്ലോ. പിന്നെ ഡെയിലി കോളേജിൽ നടക്കുന്നത് കൊണ്ട്, പിന്നെ കോളേജിൽ നിന്നാണെങ്കിൽ പോലും വൈകുന്നേരം നടക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ കോളേജിൻ്റെ സ്റ്റോപ്പിന് തൊട്ട് പിന്നിലുള്ള സ്റ്റോപ്പിൽ പോയിട്ടാണ് വണ്ടി കയറുന്നത്. അതാകുമ്പം അത്രയധികം അങ്ങ് തിരക്കൊന്നും വരത്തില്ല. നീ എന്തായി കാണിച്ചോണ്ടിരിക്കണേ? അതുകൊണ്ട് ഞാനും ഡെൽന മിസ്സും കൂടി ഞങ്ങൾ പോയിട്ട് അപ്പുറേന്ന് വണ്ടി കയറുക. നേരത്തെയൊക്കെ B.Ed ടീച്ചേഴ്സൊക്കെ ഉണ്ടായിരുന്നു ബസ് കയറി വരണി. ഇപ്പോൾ അവരൊക്കെ കോളേജ് ബസ്സിനാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഞാൻ കോളേജ് ബസ്സിൽ കയറാത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ പച്ചക്കറിയും പാലൊക്കെ വാങ്ങിച്ചോണ്ട് വരാമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കോളേജ് ബസ്സിന് കയറാത്തത്. അല്ലെങ്കിൽ നമുക്ക് ബസ്സുണ്ട് കേട്ടോ. ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു മിസ്സിൻ്റെ വീടുണ്ട്. ആ മിസ്സ് കോളേജ് ബസ്സിന് കയറിയാണ് മിക്കപ്പോഴും വരുന്നത്. ബസ് മിസ്സാകുമ്പോൾ മാത്രമേ ലൈൻ ബസ്സിന് കയറി വരാറുള്ളൂ. അപ്പം ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ. പിന്നെ വേറെ ആരും കൂടുതൽ ഡൗട്ട് ചോദിച്ചില്ല. പിന്നെ ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആര്യ രാഹുലിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ജന്മദിനാശംസകൾ. ആയുരാരോഗ്യ സൗഖ്യം നിറഞ്ഞ ഐശ്വര്യ സമ്പൂർണ്ണമായ നല്ല വരും നാളുകൾ എന്നും ജീവിതത്തിൽ കൂട്ടുണ്ടാകട്ടെ. എല്ലാ നന്മകളും ജീവിതത്തിൽ നിറയട്ടെ. എല്ലാവിധ പ്രാർത്ഥന ആശംസകളും നേരുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഞാനതങ്ങ് ഓർത്ത്, അല്ലെങ്കിൽ നമ്മൾ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. പിന്നെ നമ്മുടെ ലോ കോളേജിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. എൻ്റെ സബ്ജക്റ്റ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മലയാളമാണ്. മലയാളം ലോ കോളേജിലോ എന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രിയാണ്, 5 വർഷത്തെ ലോ. അപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ +2 കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസ് 5 വർഷം പഠിക്കണം അഡ്വക്കേറ്റ് ആകാൻ വേണ്ടിയിട്ട്. അപ്പം അത് BA, BCom, BBA ഒക്കെയാണ് അതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ഡിഗ്രി ആയിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ട് ഡിഗ്രി പഠിക്കുമ്പോൾ സെക്കൻഡ് ലാംഗ്വേജ് മലയാളം, ഹിന്ദി പോലെ ഇംഗ്ലീഷൊക്കെ പോലെ തന്നെ ഈ സബ്ജക്റ്റുകളെല്ലാം അവർക്കും പഠിക്കാനുണ്ട്. പക്ഷേ മെയിനായിട്ട് അവർ പഠിക്കുന്നത് ലോ ആണെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് തന്നെയാണ്. അപ്പോൾ എൻ്റെ സബ്ജക്റ്റ് മലയാളമാണ്. പിന്നെ MA B.Ed ആണ് ക്വാളിഫിക്കേഷൻ. പക്ഷേ ഇവിടെ B.Edൻ്റെ ആവശ്യമില്ല, PG നെറ്റ് ഒക്കെ മതി. പിന്നെ എന്താ വേറെ പറയാനുള്ളത്? ഇതൊക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ കോൺവൊക്കേഷൻ സെറമണി 24-നാണ്, ഫെബ്രുവരി 24-ന് കോൺവൊക്കേഷൻ സെറമണി വരുവാണ്. അങ്ങനെ 5 വർഷത്തെ LLB കോഴ്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 3 വർഷത്തെ LLB കഴിഞ്ഞ്, 3 വർഷം LLB ഡിഗ്രി കഴിഞ്ഞ് വരുന്ന സ്റ്റുഡൻസിന് 3 വർഷം പഠിച്ചാൽ മതി. ഒക്കെ കഴിഞ്ഞ് ഇവർ പാസ് ഔട്ടായി പോവുകയാണ്. അതിൻ്റെ കോൺവൊക്കേഷൻ സെറമണി 24-നാണ്. അപ്പം ആൻസൂട്ടനെ കൂടെ ഞാനൊന്ന് കൊണ്ടുപോകണം എന്നൊക്കെ വിചാരിക്കുന്നു. ആൻസൂട്ടന് പിന്നെ അലസർ കോളേജ് പുതുമയൊന്നും അല്ല, ആൻസ് വളർന്നത് തന്നെ അവിടെയാണ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന അതേ ബ്ലോക്കിൽ തന്നെയാണ് ആൻസൂട്ടനും വളർന്നത് കേട്ടോ. നേരത്തെ അവിടെ TTA ഉണ്ടായിരുന്നപ്പോഴേ. പിന്നെ അതൊക്കെ തന്നെയാണ്. പിന്നെ കോളേജിൽ 5 വർഷം കഴിഞ്ഞ് ചെന്നപ്പം പുതുമ തോന്നിയെന്ന് ചോദിച്ചാൽ എനിക്ക് യാതൊരു പുതുമയും തോന്നിയില്ല. കാരണം നമ്മളവിടെ ഇന്നലെ ഇറങ്ങിപ്പോയിട്ട് ഇന്ന് വീണ്ടും കയറി ചെന്ന ഒരു ഫീലിങ്സ് മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ.
പിന്നെ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. പഞ്ചിങ്ങും അവിടെ പഞ്ചിങ് ഒക്കെ ഉണ്ട് കേട്ടോ. 8:30 മുതൽ രാവിലെ 8:30 9:30 വരെ നമുക്ക് പഞ്ച് ചെയ്യാവുന്നതാണ്. പിന്നെ വൈകിട്ട് 3:50 കഴിയണം പഞ്ച് ചെയ്ത് ഇറങ്ങണമെങ്കിൽ. അപ്പോൾ നേരത്തെ എനിക്ക് പഞ്ചിങ് ഉണ്ടായിരുന്നു, അതുപോലെ ഇപ്പോഴും വീണ്ടും പഞ്ചിങ് വീണ്ടും ആരംഭിച്ചു. അങ്ങനെ പുതിയതായിട്ട് കുറേ സ്റ്റുഡൻസ് പുതിയ മുഖങ്ങളെയൊക്കെ പുതിയതായിട്ട് കണ്ടു, അത്രയേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നും എനിക്ക് അങ്ങനെ തോന്നിയില്ല. പിന്നെ നേരത്തെ കൊളീഗ്സിനെയൊക്കെ നമ്മൾ കോളേജ് വിട്ട് പോരാൻ നേരത്തൊക്കെ അവർ ബസ് കയറാനൊക്കെ വരുമ്പോഴൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റുഡൻസ് എന്നെ യൂട്യൂബിൽ കണ്ട് പരിചയപ്പെട്ട ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ കണ്ട് ഒരുപാട് പേര് അവിടെ അഡ്മിഷൻ എടുത്ത് വന്നിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞതിലേക്ക് ഒരുപാട് സന്തോഷം. അത് കഴിഞ്ഞാൽ ഞാൻ ചെല്ലുന്നത്. അപ്പം അതൊക്കെ ഒരുപാട് സന്തോഷമാണ്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേ നമ്മൾ മുഖാന്തരം നമുക്ക് അന്നം തരുന്ന ഒരു സ്ഥാപനത്തിലേക്ക് നമ്മളുടെ വീഡിയോ കണ്ട് കുറേ കുട്ടികൾ വന്ന് ചേരുക എന്നൊക്കെ പറയുമ്പോഴേ അത് ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലോ. അത്രയേ ഉള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ പഠിക്കാനും പഠിപ്പിക്കാനും എല്ലാത്തിനും നല്ലൊരു അറ്റ്മോസ്ഫിയർ തരുന്ന നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണത്. നമുക്ക് ആ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബ് തോന്നും. അത്രയ്ക്കും നല്ലൊരു അന്തരീക്ഷമാണ്. നല്ല കുറേ കുട്ടികളാണ്, ഒരുപാട് സ്നേഹമുള്ള കുട്ടികളാണ്, ടീച്ചേഴ്സിനോട് ഒരുപാട് നന്നായിട്ട് പെരുമാറുന്ന കുട്ടികളാണ്. അങ്ങനെ അല്ല സർ എന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ്. തൊടുപുഴയ്ക്ക് ഒരു അഹങ്കാരം തന്നെയാണ് കേട്ടോ. എന്തു പറയും, അത്രയേ ഉള്ളൂ നമുക്ക് പറയാനൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വിശേഷങ്ങൾ എന്ന് പറയാൻ. പിന്നെ എല്ലാവരും സാരി ബ്ലൗസൊക്കെ ഓക്കെ ആക്കിയത് സത്യം പറഞ്ഞാൽ ഒന്നും ഓക്കെ ആക്കിയിട്ടില്ല. നമുക്ക് ചേരുന്നത് മാത്രം ഇപ്പം ഇട്ടിട്ടുള്ള പോക്കാണ് എൻ്റെ പോക്ക്. ഞാൻ ഇപ്പം ഇന്ന് ഇരുന്നിട്ട് പ്രിൻസസ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപഠിക്കുമായിരുന്നു. ഞാനൊരു ബ്ലൗസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പ്രിമി ക്രിയേഷൻസ് എന്നും പറഞ്ഞുകൊണ്ടൊരു ടൈലറിങ് പഠിപ്പിക്കുന്ന ഒരു ചാനലുണ്ട് കേട്ടോ. വളരെ നല്ല ഭംഗിയായിട്ട് പറഞ്ഞു തരും. എനിക്കത് ഭയങ്കരമായിട്ട് നമുക്കൊരു കൺഫ്യൂഷനും തോന്നത്തില്ല, എന്താ ഇതെന്നുള്ളൊരു കൺഫ്യൂഷനും തോന്നാത്ത രീതിയിൽ കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ആ ഒരു യൂട്യൂബ് ഞാൻ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും ഞാനത് ഇന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പ്രിൻസസ് കട്ട് എനിക്കൊരു അതാവുമ്പോൾ നമുക്ക് ഒത്തിരി കട്ട് ചെയ്ത് കളയാനൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു സാരി ഇരിക്കുന്നതിൻ്റെ ബ്ലൗസ് എടുത്തിട്ട് പ്രിൻസസ് കട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ. അവിടെ ഞങ്ങൾ ചായ കുടിക്കാൻ പോവാം. കേക്ക് പീസ് വാങ്ങിച്ചിട്ടുണ്ട്, അത് കഴിച്ച് ചായ കുടിക്കണം. കടല വെള്ളത്തിയിടണം. അപ്പത്തിന് നമുക്ക് അരയ്ക്കാൻ പ്രത്യേകിച്ചൊന്നുമില്ലാലും നമുക്ക് തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞൊഴിച്ച് നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. മിക്സിയിലൊക്കെ ഇട്ടൊന്ന് കറക്കിയൊക്കെ വെച്ചാൽ മതി. നിൻ്റെ കൈക്ക് തന്നെ എത്ര ചൂട്? നിൻ്റെ കൈക്ക് തന്നെ എത്ര ചൂട്? ആ, ഭയങ്കര ചൂട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ കേട്ടോ. അപ്പം നമ്മൾ വീണ്ടും പുതിയ വിശേഷമൊക്കെ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ വീണ്ടും പുതിയ വിശേഷം പുതുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ദിസ് ഈസ് ബിന്ദു ആൻഡ് ആൻസ്. ബൈ.